ഈ AI ഒരു ടൂളായിട്ട് നീ ഡിസൈനിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ഡിസൈനേഴ്സിന് ത്രെറ്റാണ്. അതല്ലാണ്ട് ഡീപ്പ് റൂട്ടറായിട്ട് ഒരു പ്രോബ്ലം സോൾവിങ് മെന്റാലിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭീകര ഓപ്പർച്യൂണിറ്റി. ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളൊരു again one of my big time mentors. Okay, yeah. And ഓൾസോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സീനിയർ ആയിരുന്നു. അപ്പൊ ഞാൻ വളരെ കുറെ കാര്യങ്ങൾ അനൂപ് ബാലകൃഷ്ണനിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോ അനൂപ് ഒരു ഡിസൈനർ ആണ്, പ്ലസ് AI വർക്ക് സ്പേസിലും വളരെയധികം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണലാണ്. അപ്പൊ ഇന്നത്തെ ഈ ചർച്ച എന്ന് വെച്ചാൽ കൂടുതലും നമ്മള് AI ഡീമിസ്റ്റിഫൈ ചെയ്യുക, അതായത് AI എന്താണെന്ന് മനസ്സിലാക്കാനും പിന്നെ അതിലെന്താണ് ഇപ്പൊ ശരിക്കും നടക്കണതും നമുക്ക് എന്താണ് ഇനി ഒരു AI ബേസ്ഡ് ഫ്യൂച്ചർ എന്നൊക്കെ പറയുമ്പോൾ അതിലെന്താണ് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് കേൾക്കാം. അപ്പൊ അനൂപ് ഒരു വളരെ ക്വിക്കായിട്ട് താങ്കളുടെ ഒരു ഇൻട്രൊഡക്ഷൻ. പ്രതീക് എന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്താ പറയുക, മലയാളത്തിൽ സംസാരിക്കണതിന് സന്തോഷം വേറെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി, എൻ്റെ പേര് അനൂപ് ബാലകൃഷ്ണൻ. ഞാനൊരു NID ആണ്, NID അലൂമിനി ആണ്. ഞാൻ 2012 ട്രാൻസ്പോർട്ടേഷൻ ഡിസൈൻ ബാച്ചാണ്. അപ്പോൾ പക്ഷെ ഞാൻ കൂടുതൽ എൻ്റെ ഒരു മേഖല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു. എല്ലാവരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പോഴാണുള്ളത് ഇത്ര ഹൈപ്പായത്, എല്ലാവരും AI കുറിച്ച്. എനിക്ക് തോന്നുന്നത് ഞങ്ങള് മേ ബി ഒരു 10, 12 or 15 years ആയിട്ട് ഈ ഒരു സ്പേസ് തന്നെയാണ്. ആക്ച്വലി AI ഒരു ലാസ്റ്റ് 3-4 years ആയിട്ടാണ് ഭയങ്കര ഹൈപ്പായിട്ട് വന്നത്. അപ്പോൾ ഈ AI കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച്, പക്ഷെ അതിന് മുമ്പ് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി റൈറ്റ് ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ. ആൻഡ് ഞാൻ NID-യിലായിരുന്നപ്പോഴും ആ സ്റ്റാർട്ടപ്പ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഐ വാസ് വർക്കിംഗ് ദേർ ആസ് വെൽ. അപ്പൊ അന്നേരം ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഭയങ്കര പ്രിമിറ്റീവ് സാധനങ്ങളായിരുന്നു AI-യുടെ. ബട്ട് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് വളർന്ന് ഇത്രയും വലിയൊരു സംഭവമായി മാറിയെന്നാണ്. അപ്പോൾ ടു ബി ഷോർട്ട്, ഞാൻ അത് കഴിഞ്ഞൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തു, അഗ്രമ ഇൻഫോടെക് എന്ന സ്റ്റാർട്ടപ്പിന്റെ പേര്. അതൊരു ഡീപ് ടെക് AI കമ്പനി ആയിരുന്നു. അത് ഞാൻ കുറച്ചു കാലം ഞങ്ങളത് ബിൽഡ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കമ്പ്യൂട്ടർ വിഷനിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. അതിനും സ്റ്റാർട്ടിങ് ഫ്രം കൺസ്യൂമർ ആപ്സ്, പിന്നെ എന്റർപ്രൈസ് സൊല്യൂഷൻ എല്ലാം ഉണ്ടായിരുന്നു. 2022 it got acquired by Tata Big Basket. So പിന്നെ ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ ജോയിൻ ചെയ്തു. ഐ വാസ് ഹെഡിങ് എന്താ പറയുക, ഞാൻ ഈ AML ഇനിഷ്യേറ്റീവ്സ് ബിഗ് ബാസ്ക്കറ്റിന്റെ എല്ലാ കാര്യത്തിലും അത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിങ് AI ഇൻ എ ലാർജ് കമ്പനി ലൈക്ക് ബിഗ് ബാസ്ക്കറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് പീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സ്റ്റാർട്ടപ്പിലുള്ള AI ഇംപ്ലിമെന്റേഷനും അല്ലെങ്കിൽ AI-യുടെ അകത്ത് ഉള്ളിൽ നിന്ന് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ലാർജ് കമ്പനിയുടെ അകത്ത് ഈ സ്റ്റാർട്ടപ്സുകൾ ഈ ലാർജ് കമ്പനികളിൽ AI പിച്ച് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ അതും കണ്ടിട്ടുണ്ട്. ഒരു വലിയ കമ്പനിയിലേക്ക് അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള സാധനം കണ്ടിട്ടുണ്ട്. ദെൻ ബാക്ക് ടു അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ലോക്കിൻ പീരീഡിന് ശേഷം ഞാൻ വീണ്ടും പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നതാണ്. പുതിയ സ്റ്റാർട്ടപ്പിന് ഒരു പാറ്റേൺ AI ലാബ്സ് എന്നാണ്. ഞാനൊരു ടിങ്കറിംഗ് ലാബായിട്ട് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്ത, പക്ഷേ ഇപ്പോ വി ആർ ഡൂയിങ് വെരി സീരിയസ് പ്രോജക്ട്. നമ്മുടെ ഫോക്കസ് ഏരിയ വോയിസ്, പിന്നെ വിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വിൽ ഗോ ഇൻ ടു ഡീറ്റെയിൽ, അതിനകത്തൊക്കെ നമുക്ക് നേരെ ഡീറ്റെയിൽ പറയാം. പക്ഷേ ഇതാണ് എൻ്റെ ഒരു ബേസിക് പ്രൊഫൈൽ. അപ്പൊ താങ്ക് യു വെരി മച്ച് അഗൈൻ ഇവിടെ വന്നതും. പിന്നെ ഞാനോർത്ത് ഈ ഇതെന്ന് വെച്ചാൽ ഇപ്പോ ജനറലി എല്ലാവരും AI ഭയങ്കര ഒരു കീവേഡും ഒരു ട്രെൻഡിങ് കീവേഡായി മാറിയിട്ടുണ്ട്. ഞാൻ ബേസിക്കലി ഓർത്ത് എന്റെ ഓഡിയൻസിനോടും കേൾക്കുന്ന ഓരോ ആൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI എന്താണ്, അത് എവിടെ നിന്നാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇതിൽ ജന്മം കുറിച്ചതും, പിന്നെ അതെങ്ങനെയാണ് ഇപ്പൊ എത്തിയത്, പിന്നെ അതൊക്കെയായിരുന്നു ബേസിക്കലി എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ നമുക്ക് പതുക്കെ അതിലേക്ക് ഇറങ്ങാം. AI ഇൻ ഡിസൈൻ. അപ്പൊ കുറെ പേര് എനിക്ക് തോന്നുന്നു ഡിസൈൻ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര്, കുറെ പേര് ഡിസൈനിലേക്ക് ഇൻഡൾജ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ AI ആൻഡ് ഡിസൈൻ, എസ്പെഷ്യലി അനൂപ് ഒരു ഡിസൈനറും കൂടെയാണ്. അപ്പൊ ആ തോട്ട് പ്രോസസ് എങ്ങനെയാണ്, പിന്നെ ഡിസൈൻ എന്നുള്ള മേഖലയിൽ എന്തൊക്കെ ചേഞ്ചസ് വരും? ഡിസൈനാണ് ഒരു മേഖല കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം AI കാരണം. ലൈക്ക് സോഫ്റ്റ്വെയർ അടുത്ത ലെവൽ ഓഫ് സാധനം ഡിസൈനാണ്. അപ്പൊ ഡിസൈനിന്റെ അകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രോബ്ലം ഉണ്ട്. ഈ സോഫ്റ്റ്വെയറിന്റെ അകത്തുള്ള ഒരു സൈഡിലുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ
വേറെ സെറ്റ് ഓഫ് ആൾക്കാർക്ക് കുറെ സെറ്റ് ഓഫ് ആൾക്കാർക്ക് ജോലി പോവും, വേറെ സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടാവും. AI ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആസ് എ ടൂൾ ആയിട്ട് കാണുവാണെങ്കിൽ ഡിസൈൻ ഭയങ്കര ഡെമോക്രറ്റൈസ് ആവും. അതായത് ആർക്കും ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള സെറ്റപ്പിലേക്ക്. നിനക്കൊരു പോസ്റ്റർ ഉണ്ടാക്കണം, ഒരു ഇത് ഉണ്ടാക്കണം, അതുണ്ടാക്കണേ നേരെ നിനക്ക് പ്രോംപ്റ്റ് ഉണ്ടാക്കാവുന്ന, അതിപ്പോ ഓൾറെഡി ആൾക്കാർ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ക്യാൻവയൊക്കെ AI ഇല്ലാണ്ട് തന്നെ കുറെ നമ്മുടെ ഡെമോക്രറ്റൈസ് ചെയ്തു. കാര്യം ആ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഡിസൈൻ ടൂൾ ലേൺ ചെയ്യണ ഒരു കോമ്പറ്റീഷനാണ്. ഇനിയിപ്പോ അതുപോലും വേണ്ട, നിനക്കൊരു AI ഏജന്റിനോട് പറഞ്ഞാൽ എനിക്ക് ഇന്നൊരു പോസ്റ്റർ വേണം, ഇന്ന സാധനം നീ എന്നോട് പറഞ്ഞാൽ അതുപോലെ ഉണ്ടാക്കി തരും. അതിപ്പോ ഒരു ചെറിയൊരു ഗ്രാഫിക് ഡിസൈൻ കേസ് ഇട്ട് തരാം. പക്ഷെ ഇത് എല്ലാ മേഖലയിലേക്കും ഭയങ്കരമായിട്ട് വന്നു. പക്ഷെ ഇത് ഇൻട്രസ്റ്റിംഗ് സാധനം എന്താ വെച്ചാൽ, ഈ AI ഒരു ടൂളായിട്ട് നീ ഡിസൈനിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ഡിസൈനേഴ്സിന് ത്രെറ്റാ. പക്ഷെ നീ അതൊരു സിസ്റ്റമിക് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ AI എന്ത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ AI എന്താണ്, കാരണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമായി. അപ്പൊ എന്തുണ്ടാക്കണം എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് സാധനം. ആ എന്തുണ്ടാക്കണം എന്നുള്ള സാധനത്തിൽ ഭയങ്കരമായിട്ടൊരു ഡിസൈൻ തിങ്കിങ്, ഡിസൈനെ കുറിച്ച് ഡിസൈനറിന്റെ ഒരു റോൾ ഉണ്ട്. അതായത് ആ AI ഒരു ഉണ്ടാക്കാനുള്ള AI ഒരു ടൂളായിട്ട് കൺസിഡർ, അല്ലെങ്കിൽ നമ്മളൊരു സർഫസ് ലെവൽ AI ചിന്തിച്ച് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ത്രെറ്റാണ്. അതല്ലാണ്ട് ഡീപ് റൂട്ടറായിട്ട് ഒരു പ്രോബ്ലം സോൾവിങ് മെന്റാലിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭീകര ഓപ്പർച്യൂണിറ്റി. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിനക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം നീ സോൾവ് ചെയ്യാനായിട്ട് AI തീരുമാനിച്ചു. ആ പ്രോബ്ലം ബ്ലൈൻഡ്ലി AI ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ AI കൊണ്ടുവരുന്ന ആൻസറിനേക്കാളും കൊണ്ടുവരുന്ന സൊല്യൂഷനേക്കാളും ഫാർ ബെറ്റർ ആയിരിക്കും നീ ആ പ്രോബ്ലത്തിനെ ഡീപ്പറായിട്ട് മനസ്സിലാക്കി അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ AIക്ക് കൊടുക്കും. അത് നിനക്ക് സ്പെസിഫിക് ആയിട്ട് റിസൾട്ട് വരുമ്പോൾ ചെയ്യുമ്പോൾ നിനക്ക് വേണ്ട സാധനങ്ങൾ കിട്ടും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നീ ഒരു കാര്യം ചിന്തിക്കും, അതിന് കൊടുക്കും, അതെന്തോ കിട്ടും, ചിലപ്പോൾ അതായിരിക്കില്ല റിലവന്റ്. അപ്പൊ ഈ ഇവിടെ വ്യത്യാസം വരാൻ പോണ ഇങ്ങനത്തെ ആൾക്കാർക്ക്, അതായത് ഡീപ്പ് റൂട്ടറായിട്ട് പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, പിന്നെ AI കാണും. പിന്നെ വേറൊരു എലമെന്റ് എനിക്ക് വന്നതെന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ AI വന്ന ഡിസൈൻസിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഒരു നിലവാരം ഉണ്ടാവും. ആ നിലവാരം ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും എളുപ്പത്തിന്. അതിന്റെ മേളിലേക്ക് നമ്മുടെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള സാധനം ഉണ്ടാവും. അപ്പൊ എഗെയിൻ നല്ല ക്വാളിറ്റിയുള്ള ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ആ വിഷ്വൽ ടേസ്റ്റ് മനസ്സിലാവുന്ന ആൾക്കാർക്ക്, നല്ല ഏതാണ് ചീത്ത ഏതാണെന്ന് ഇൻഹെറിറ്റ്ലി മനസ്സിലാവുന്ന ആൾക്കാർക്ക്, അവിടെയാണ് NID പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനും ഭയങ്കര റോള് പ്ലേ ചെയ്യാനുള്ളത്. കാരണം ഇവിടുത്തെ ഒരു കോസ്റ്റ് സ്ട്രക്ചറിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് വ്യക്തിഗത എന്താ വെച്ചാൽ, നമ്മുടെ ബ്രെയിനിന്റെ അകത്ത് ഇൻഡയറക്ട്ലി നമ്മൾ ഈ സാധനങ്ങൾ ഈ കോഴ്സുകൾ കടന്നു പോകുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന കുറെ സ്കിൽസ് ഉണ്ട്. അത് എന്റെ ലൈഫിൽ എന്റെ കരിയറിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഡിസൈൻ തിങ്കിങ് ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ചിന്റെ അകത്ത് നമ്മൾ ആസ്കിങ് വൈ ക്വസ്റ്റ്യൻ എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതൊക്കെ സിസ്റ്റം ഡിസൈൻ കോഴ്സിൽ ഭയങ്കര വേണ്ട. പക്ഷെ അത് എല്ലായിടത്തും ഭയങ്കര. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒന്ന് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സൈഡിൽ, രണ്ട് ഈ മീഡിയോക്കർ അല്ലെങ്കിൽ ഒരു ജനറിക് ഡിസൈനിന്റെ മേളിലേക്ക് ആ ടേസ്റ്റും ആഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ വരുമ്പോൾ അന്നേരമാണ് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു 2 years മേ ബി 1 year ഡൗൺ ദ ലൈൻ നീ ഏത് ആപ്പ് എടുത്ത് നോക്കിയാലും ചിലപ്പോൾ എല്ലാം ഒരുപോലെ. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം ഡിസൈൻഡ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ടേസ്റ്റ് ഉള്ള ഡിസൈനേഴ്സും കാര്യങ്ങളും വേണം. കാര്യം അപ്പൊ അവനെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, അവന് ആ പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവനെ യൂസറിനെ കുറിച്ച് നല്ല ആരം ഉണ്ടാവും. ആ യൂസറിനെ കുറിച്ച് നല്ല ആരം ഉണ്ടാവുമ്പോൾ ആ യൂസറിന് എന്ത് ഇഷ്ടപ്പെടുന്നു പുള്ളിക്ക് അറിയാവുന്ന അനുസരിച്ച് പുള്ളിക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ലോകം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കോർ ഐഡിയ എന്ന് വെച്ചാൽ എപ്പോഴും ഡിസൈൻ തിങ്കിങ് ബേസിക്സ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. അത് നമ്മുടെ കളർ തീസിസ്, കളർ സാധനങ്ങൾ, മറ്റേ സാധനങ്ങൾ, അതുപോലെ കോമ്പോസിഷൻ, കളർ, പ്രപ്പോർഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പലരും അത് ഏത് ഡിസൈൻ ആയിക്കോട്ടെ, ഗ്രാഫിക് ഡിസൈൻ ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ഡിസൈൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പ്രപ്പോർഷൻസ് ആണ് ഭയങ്കര രസം. ആ പ്രപ്പോർഷൻസ് ഏത് സ്കെയിലാണ് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇൻഡയറക്ട്ലി വന്ന കാര്യങ്ങളാണ്. ഇതിൽ തന്നെ പറയാൻ എനിക്കിപ്പോ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഡിസൈൻ സ്റ്റുഡൻസ് തന്നെ പലപ്പോഴും കുറെ ജനറേറ്റഡ് ആയിട്ടുള്ള വിഷ്വൽസ്, അതിൽ മെയിൻ ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ സൈസ് വല്ലാണ്ട് വലുതോ വല്ലാണ്ട് ചെറുതോ. അതെന്താ വെച്ചാൽ ഇപ്പൊ പക്ഷെ ഈ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റുഡൻസ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസൈൻ സ്റ്റുഡൻസ് ആണെങ്കിലും അവര് AI ഒത്തിരി യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ക്രിയേറ്റീവ് പ്രോസസ്സിലല്ലാണ്ട് ഈ നമ്മള് ഇപ്പൊ ഈ റിസർച്ച് ചെയ്യുമ്പോഴും ഐറ്ററേറ്റ് ചെയ്യണം, അതിനൊരു എക്സ്പെൻഡ് ടൂൾ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിന്റെ അൺലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആ വർക്ക് ഫ്ലോന്റെ അകത്ത് AI കൂടി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൾട്ടി ലെവലായിട്ട് കൂട്ടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സ്കെച്ച് ചെയ്യുക, ഇത് AI കൊടുത്ത് ഒന്ന് എക്സാഗ്രേറ്റ് ചെയ്യുക, വീണ്ടും ഇതിന്റെ പുറത്ത് പ്രിന്റ് എടുത്തിട്ട് അതിന്റെ പുറത്ത് സ്കെച്ച് ചെയ്യുക, വീണ്ടും ഇത് കൊടുക്കുക. അങ്ങനെ ആ ഒരു പ്രോസസ് വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം. പിന്നെ ഇത് എന്താ പറയാ, ഈ ഒരു ലോകം എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷന്റെ ഒരു എന്താ പറയാ
ഏറ്റവും എളുപ്പമുള്ള കാലഘട്ടത്തിലാണ്. പിന്നെ സ്കിൽ സെറ്റും നമ്മൾ ഇതുവരെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഡിസൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ കോർ സ്കിൽ സെറ്റ് സ്കെച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സ്കെച്ചിങ് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പൊ വേറൊരു ഗുണം എന്ന് വെച്ചാൽ സ്കെച്ചിങ് കുറച്ച് കുറവുള്ള ആൾക്കാർക്കും ഈ സ്കെച്ചിങ് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരെക്കാളുള്ള റിസൾട്ടുകൾ ഇപ്പൊ കൊണ്ടുവരാൻ പറ്റുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI പോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവനത് എന്തുമാത്രം യൂസ് ചെയ്യണം, അതായത് അവന്റെ കുറവുകളെ കവർ ചെയ്യാനും അതിനെ എലിവേറ്റ് ചെയ്യാനായിട്ടും AI സ്ട്രാറ്റജിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം നന്നായിട്ട് ഇഷ്ടമാണ്. അതല്ല, പുള്ളിക്ക് നന്നായിട്ട് സ്കെച്ച് ചെയ്യാൻ കഴിവൊക്കെ ഉണ്ട്. പുള്ളി ഇത് ചുമ്മാ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്തൊന്ന് വൃത്തിയാക്കാൻ മാത്രം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഒന്നും ഗെയിൻ ചെയ്യണില്ല. അതല്ലെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇതുമായിട്ട് അവന്റെ പ്രോസസ്സിൽ തന്നെ ഇഴ ചേർത്തതിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം അല്ലെ. പിന്നെന്താ വെച്ചാൽ അതല്ല നമ്മുടെ വേൾഡ് ഓഫ് വിഷ്വലൈസേഷൻ ഭയങ്കരമായിട്ട് മാറിയില്ല. ഇപ്പൊ നിനക്ക് എന്ത് വേൾഡ് നിനക്ക് വിഷ്വലൈസ് ചെയ്യാലോ. പണ്ടെന്ന് പറഞ്ഞാൽ നീ അത് വരച്ചുണ്ടാക്കണം. ഇപ്പൊ നിനക്കത് എന്തും ഒരു പ്രോംപ്റ്റിന്റെ അപ്പുറം കിട്ടും. അപ്പൊ പണ്ടത്തെക്കാളും കോമ്പോസിഷനും ചെയ്യണ കാര്യങ്ങളും ഇതെല്ലാം അതിലും ഒത്തിരി ഉണ്ട്. പിന്നെ വേറെ കാര്യം എനിക്ക് പറയാനുള്ള റിസർച്ചിലും ഒത്തിരി AI ഹെൽപ്പ് പറ്റും, ഡീപ്പ് റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇന്റർനെറ്റിലുള്ള റിസർച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ആ ഇൻഫർമേഷൻ ലോകത്തെ ആരെങ്കിലും എന്തെങ്കിലും സാധനം ഇതുകൊണ്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് AI നമുക്ക് കൊണ്ടുതരും. പിന്നെ അതിന്റെ പുറത്ത് നമ്മൾ ബിൽഡ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഡിസൈനിന് ഒത്തിരി വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ഡിസൈൻ ഇനി ലോകത്തുള്ള ഡിഫറൻസിയേഷനും ചിലപ്പോൾ ഡിസൈനേഴ്സ് ഒക്കെ ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഒരു സാധനം വേറെ സാധനം നമ്മൾ വ്യത്യസ്തമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ടച്ച് അതിന്റെ താടിയാണ്. അതിൽ ഏറ്റവും പറ്റിയ ലെയർ എന്ന് പറഞ്ഞത് ഹ്യൂമൻ ഡിസൈനേഴ്സിന്റെ ലെയറാണ്. ഏത് കാര്യത്തിലാണ് ബേസിക്സ് ആണ് ശരിക്കും. ഇപ്പൊ നമുക്ക് എഴുതാനും വായിക്കാൻ അറിയാവുന്ന വളരെ ഡിസൈൻ്റെ അകത്തുള്ള എഴുതാനും വായിക്കാൻ അറിയാവുന്ന പറഞ്ഞാൽ സ്കെച്ച് ചെയ്യാൻ അറിയാം, ഈ കളർ തിയറി മനസ്സിലാവുക, കോമ്പോസിഷൻ മനസ്സിലാവുക, പ്രൊപ്പോർഷൻ മനസ്സിലാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ അതിന്റെ പുറത്ത് AI കൂടി ഇടുമ്പോൾ നമുക്ക് സൂപ്പർ പവറാണ്. അപ്പൊ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ AI ജോലികളെയും AI അല്ല ജോലികളെ AI അറിയാവുന്ന ആൾക്കാരാണ് ജോലികളെന്ന് പറഞ്ഞാൽ ആ സംഭവമാണ് ശരിക്കും. അതായത് ഇപ്പൊ നമ്മള് പണ്ടൊക്കെ ഒരു കാര്യം ചെയ്യാനായിട്ട് 10 പേര് വേണ്ടടുത്ത് ഇന്ന് ഒരാൾ മതി. ഇപ്പൊ 1 person യൂണിക്കോൺസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് റിയലി ഗുഡ്. അതല്ല, ഇപ്പൊ എല്ലാരും പണ്ടത്തെ പോലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സ്വന്തമായിട്ട് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാം. പണ്ടെന്ന് പറഞ്ഞാൽ അത് പാടായിരുന്നു. അതെ, എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ ഭയങ്കര എളുപ്പമാണ്. നിനക്ക് ഒരു കമ്പനി ബിൽഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നിനക്ക് എല്ലാ സാധനങ്ങളും പണ്ട് നിനക്കൊരു ഐഡിയ ഉണ്ട്. നിനക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെങ്കിൽ നിനക്ക് ഡെവലപ്പർ ഹയർ ചെയ്യണം. ഡിസൈൻ നിനക്ക് ചെയ്യാന്ന് വെച്ചാലും നിനക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. നിനക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർ എടുത്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തുടങ്ങിയത് ഒരു കസ്റ്റമറിന്റെ അടുത്ത് യൂസ് ചെയ്ത് ഒരു ലെവൽ എത്താൻ പറ്റുന്ന കാര്യം നിനക്ക് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ സ്കെയിലബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കോർ ടെക് ആളെ ഹയർ ചെയ്താൽ മതി. അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പൊ പോസിബിൾ ആണ്. AI എന്ന് പറഞ്ഞത് ഇപ്പോ അത് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്, ഇപ്പൊ ഏത് സ്റ്റേജിലാണ് അത്? തീർച്ചയായും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ AI എന്നുള്ള വേർഡ് ഡിഫൈൻ ചെയ്യുന്ന സമയത്തുള്ള AIയും ഇപ്പൊ ഉള്ള AIയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ AI തുടങ്ങിയതൊരു മെഷീൻസ് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങണ, അല്ലെങ്കിൽ മനുഷ്യന്റെ പല കാര്യങ്ങൾ സിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സംഭവത്തിനാണ് AI ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് മനുഷ്യൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളും മെഷീൻസിന് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുമോ എന്ന് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് ആയിരുന്നു. അതായത് ഞാൻ കുറച്ച് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഈ AI മൊത്തത്തിലുള്ള ഗ്രോത്ത് നമുക്ക് രണ്ടൂന്ന് നമ്മുടെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കി പറയുകയാണെങ്കിൽ ഈ പ്രഡിക്റ്റീവ് AI, ജനറേറ്റീവ് AI, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ. അതായിരുന്നു ആദ്യത്തെ പ്രഡിക്റ്റീവ് AI. മേ ബി അതിനു മുമ്പ് ഒരു സാധനം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഈ ML മെഷീൻ ലേണിംഗ് റൂൾസ് എഞ്ചിൻ, അങ്ങനെ സാധനങ്ങളൊക്കെ. അത് ഈ ഏറ്റവും ഏർലി സ്റ്റേജിലുള്ള സാധനം അതായിരുന്നു. ബേസിക്കലി നമ്മളൊരു റൂൾസ് എഞ്ചിൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മളൊരു റൂൾ വെച്ചിട്ട് ഇന്ന നിയമങ്ങൾ പറഞ്ഞിട്ട് ഇന്ന ടൈപ്പ് ഓഫ് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഔട്ട്പുട്ടുകൾ ഇങ്ങനെ ഉണ്ടാവണം. അങ്ങനത്തെ ഒരു ബേസിക് സാധനമായിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടീ കപ്പ് വെക്കുകയാണെങ്കിൽ വെള്ളം അതിനകത്ത് ഒഴിക്കണമെങ്കിൽ 80 ഡിഗ്രി ആയിട്ടുള്ള വെള്ളം ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഒഴിക്കാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര റൂൾസ് ബേസ്ഡ്. കാരണം നമുക്ക് നേരത്തെ നമുക്ക് അറിയാവുന്ന ലേണിംഗ്സിൽ വെച്ചിട്ട് പ്യൂർലി മാത്തമാറ്റിക്സ്, ഇപ്പോഴത്തെ സാധനം ഫണ്ടമെന്റൽ മാത്തമാറ്റിക്സ് തന്നെയാണ്. പക്ഷെ എങ്കിലും അന്നത്തെ ഭയങ്കര പ്രിമിറ്റീവ് ആയിരുന്നു അന്നത്തെ കാലത്തുള്ള. പിന്നെ അത് കുറച്ചുകൂടെ മാറി. അപ്പൊ അന്നേരം നമുക്ക് ആ സമയത്തുള്ള AML നമുക്ക് അറിയായിരുന്നു എന്തൊക്കെയാണ് ഔട്ട്കം വരിക എന്നുള്ള സംഭവം. പിന്നെ വന്നപ്പോ
പ്രഡിക്റ്റീവ് എയിലേക്ക് വന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞ അന്നേരമാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ വിഷനും ബാക്കിയുള്ള നമ്മുടെ സ്പീച്ച് ടെക്സ്റ്റ് ഇമ്പ്രൂവ് ആയി തുടങ്ങി. എന്നാലും അത് ഓരോ ചെറിയ പാർട്സുകൾ മാത്രം വൃത്തിയായി വരണം എന്നല്ലാണ്ട് ഒരു ഹോളിസ്റ്റിക് ആയി ആയിട്ടില്ല അപ്പോഴും. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ 2010-12 അങ്ങനെ തൊട്ട് ഈ ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് മുമ്പ് വരെ ഈ പ്രൊഡക്റ്റീവ് AI ആയിരുന്നു ലോകത്ത് മൊത്തം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നത്. പ്രൊഡക്റ്റീവ് AI എന്ന് വെച്ചിട്ടുള്ളൂ, നമ്മള് ഒരു AI മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഇമേജ് മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു കൊച്ചുകുട്ടീനെ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ ഇമേജസ് കൊടുത്ത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പലതരം. അപ്പൊ ഞങ്ങളെ കേസിട്ട് ഞങ്ങള് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്ന മോഡലാണ് നമ്മൾ വെട്ടിക്കൊണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പർട്ടിക്കുലർ ഒരു ബനാന ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബനാനയുടെ മാക്സിമം പടങ്ങൾ നമ്മൾ അതിന് കൊടുത്തിട്ട് ഇത് ബനാനയാണ്, ഇത് ബനാനയല്ല, ഇത് ബനാനയാണ്, അങ്ങനെ നമ്മൾ കൊടുത്ത് ഈ ഒരു മോഡൽ നമ്മൾ പഠിപ്പിച്ചെടുക്കുക. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഒരു ബനാനയുടെ ഇമേജ് വരുമ്പോ ഇത് പറയും 80% സാധ്യത ഉണ്ട് ഇത് ബനാനയാണ്. അപ്പൊ അങ്ങനെയാണത് മനസ്സിലാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ ക്ലാസിഫയർ ഉണ്ട്, ഒബ്ജക്ട് റെക്കഗ്നിഷൻ ഉണ്ട്, പല മെത്തേഡ് ഉണ്ട്. ക്ലാസിഫയർ എന്നൊക്കെ പറഞ്ഞാൽ മാച്ച് ചെയ്യുക, ഈ ഇമേജ് മറ്റേ ഇമേജായിട്ട് എന്തുമാത്രം സാമ്യം ഉണ്ടെന്നോ അങ്ങനത്തെ രീതിയിലുള്ള സംഭവം. ഇനി ഒബ്ജക്ട് റെക്കഗ്നിഷൻ ആണെങ്കിൽ ഒരു വലിയ ഇമേജിന്റെ ഉള്ളിൽ ഈ ഒരു ചെറിയ സാധനം എന്തോരം ഉണ്ട് എന്നൊക്കെ. അപ്പൊ ഈ സെൽഫ് ഡ്രൈവിംഗ് കാറും അങ്ങനത്തെ സാധനങ്ങളുടെ ഒക്കെ ഡെവലപ്മെന്റ് ഒക്കെ വന്നത് ഈ പ്രൊഡക്റ്റീവ് കുറെ. അപ്പൊ ഈ ക്യാമറയൊക്കെ നമ്മള് ഓരോ സാധനങ്ങൾ മനസ്സിലാക്കി അത് റിയൽ ടൈം പ്രോസസ് ചെയ്യും. അപ്പം ഇത് ഈ AI ചെയ്യുന്നതിന് ഒത്തിരി ചലഞ്ചസ് ആ സമയത്ത് ഉണ്ടാകും. അതായത് നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഹാർഡ്വെയർ വേണം, മറ്റേ സാധനം വേണം, ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. പിന്നെ ഒത്തിരി സമയം വേണം അതൊക്കെ ബിൽഡ് ചെയ്തോണ്ടിരിക്കാൻ. പക്ഷെ ഈ GPT അതായത് ജനറേറ്റീവ് AI വന്നതിന് ശേഷം ChatGPT ആണ് അത് പോപ്പുലറൈസ് ആയത്. ആക്ച്വലി ഈ കൺസെപ്റ്റ് ഓഫ് ഈ ട്രാൻസ്ഫോമേഴ്സ് ആണ് ഈ ഒരു GPT തന്നെ ട്രാൻസ്ഫോമേഴ്സിന്റെ ഒരു വേർഷനാണ്. അപ്പൊ ഈ GPT ജനറേറ്റീവ് പ്രീട്രെയിൻ ട്രാൻസ്ഫോമേഴ്സ് എന്നാണ് അതിന് പറയാം. അത് കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ആക്ച്വലി അത് എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജിനെ ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ മേ ബി 4-5 certain number of characters ആണ് ടോക്കൺ. അപ്പൊ ഒരു ടോക്കണിന്റെ അപ്പുറം എന്ത് ടോക്കൺ ആണെന്ന് പ്രൊഡിക്ട് ചെയ്യും. എന്നിട്ട് ഇതൊരു ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് നമ്മൾ ഓരോ നെക്സ്റ്റ് വേർഡും പ്രൊഡിക്ട് ചെയ്ത് പോകുന്ന ഒരു മെക്കാനിസം ആണ് ഈ പറഞ്ഞ GPT പോലത്തെ സാധനം. അപ്പൊ ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഡാറ്റയ്ക്കും അതിന് പറ്റുന്ന കമ്പ്യൂട്ടറും കൊടുത്തു കഴിയുമ്പോൾ ഇത് ഹ്യൂമൻ ഇന്റലിജൻസിനെ മിമിക് ചെയ്യും. അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഈ GPT വന്നതിന് ശേഷം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റീവ് സാധനം ജനറേറ്റീവ് AI മാറി. ജനറേറ്റീവ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഇമേജ് മാച്ച് ചെയ്യുന്ന പോലെ ഇപ്പൊ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ നോളജ് വെച്ചിട്ട് നീ 1 1000 ഇമേജസ് കണ്ടു, ഇത് വെച്ചിട്ട് നീ ഒരു ഇമേജിന്റെ പടം വരയ്ക്കാൻ പറയുമ്പോൾ അതിന് വരയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അത് ഞാനൊരു ഇമേജിന്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞുള്ളൂ. പക്ഷെ കോംപ്ലക്സ് ആയിട്ടുള്ള എല്ലാ തോട്ട് പ്രോസസ്സുകളും ഇതിന് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറയണ ഈ മോഡൽസുകളും ഭയങ്കരമായിട്ട് മാറി. ഇപ്പൊ ആദ്യം ഇറങ്ങിയ GPT സീരീസ് 3.5 ഓപ്പൺ എയുടെ GPT 3.5 ആദ്യം നിന്നൊക്കെ പോയി GPT-2 എന്നൊക്കെ വന്ന് ഇപ്പൊ GPT-5 എത്തുമ്പോഴത്തേക്കും മൾട്ടി ഫോൾഡ് എന്ന് പറഞ്ഞ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കാളും ചെയ്ത് വളർന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ദർ ആർ സർട്ടൻ ടിപ്പിംഗ് പോയിന്റ്സ്. അതായത് ചില സ്ഥലങ്ങളിൽ ഇത് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തു. അതിന് ഒന്ന് ChatGPT മൊമെന്റ് ആണ്. ChatGPT ലോഞ്ച് ചെയ്തപ്പോ ഭയങ്കരമായിട്ട് AI ആൾക്കാർ അഡോപ്റ്റ് ചെയ്തു, സാധാരണ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റി. ആ യൂസ് കേസ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തു. അത് എനിക്ക് തോന്നുന്നു എല്ലാ ഓഫീസുകളിലും അല്ലെങ്കിൽ എല്ലാ പേഴ്സണൽ ലൈഫിലും വളരെയേറെ കാര്യം. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട്, ഈ സിറി വന്നിട്ടുണ്ട്. ഈവൻ ഞങ്ങളുടെ ഏർലി ടൈംസിൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ബിഗ് ബാസ്കറ്റ് ബ്ലാക്ക്ബെറിക്ക് വേണ്ടി. ആൻഡ് ദെൻ വി വർക്ക് വിത്ത് സാംസങ് ബിക്സ്ബി. അപ്പം ഇതൊക്കെ ഭയങ്കര ചെറിയൊരു കാര്യം ചെയ്യാറുള്ളൂ. അത് ഇപ്പൊ ചെയ്യുന്ന കാര്യമായിട്ട് വെച്ച് നോക്കുമ്പോൾ മേ ബി 0.0001% ആയിരിക്കും ചിലപ്പോൾ അന്ന് സോൾവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോളിസ്റ്റിക് ആസ് എ ഹ്യൂമൻ ഇതിനെ ചിന്തിക്കാനായിട്ട് പറ്റും. പല കാര്യങ്ങളും ഇപ്പോഴത്തെ പുതിയ മോഡൽസുകൾ പല കാര്യത്തിലും ഹ്യൂമൻ ഇന്റലിജൻസിനെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ വിൽ റീച്ച് ടു AGI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മനുഷ്യന്റെ സ്വന്തം ചിന്ത പോലെ ഒരു മെഷീന് ചിന്തിക്കാവുന്ന ഒരു കേപ്പബിലിറ്റി. അതായത് ഒരു മനുഷ്യനേക്കാളും മേലെ എല്ലാ കാര്യത്തിലും സ്പീഡും അതുപോലെ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പോ അത് വെച്ച് നോക്കുമ്പോ അതിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ AI ഇപ്പോഴും ലാക്ക് ചെയ്യണ ഒത്തിരി ഏരിയാസ് ഉണ്ട്. അതൊക്കെ ശരിക്കും AGI വരുമ്പോഴത്തേക്ക് മാറും. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ടിപ്പിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വ്യത്യാസം ഈ ക്ലൗഡിന്റെ ഓപ്പസ് എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങി. അത് വന്നപ്പോഴാണ് ഈ സോഫ്റ്റ്വെയറിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായത്. അപ്പൊ എനിത്തിങ് പിന്നെ ഗൂഗിളിന്റെ നാനോ ബനാന അല്ലെങ്കിൽ ഗൂഗിളിന്റെ കുറെ ജെമിനി റീസെന്റ് ജെമിനി മോഡൽസും ഈ ആന്ത്രോപിക്കിന്റെ ഒക്കെ മോഡൽസുകൾ
ഭയങ്കര പവർഫുള്ളായി. അതിൻ്റെ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഓപ്പസ് വന്ന പിന്നെ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണേൽ ഭയങ്കര ഡ്രാസ്റ്റിക് ജമ്പായി. അതായത് നമുക്ക് എളുപ്പത്തിൽ പല കാര്യങ്ങളും ബിൽഡ് ചെയ്യാന്നുള്ള രീതിയിൽ. അതായത് പണ്ട് ഹാർഡ് കോർ ആയിട്ട് കോഡിങ്ങും എല്ലാ ജാവാസ്ക്രിപ്റ്റും അങ്ങനെ പല ലാംഗ്വേജസ് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റ മോഡൽ കാരണം നമ്മൾ പറയും കാരണം ജോലി പോവും അത് പോവും. പക്ഷെ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കി തുടങ്ങി സർട്ടൻ സെക്ടേഴ്സ് ഇസ് നോട്ട് റിക്വയർഡ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ട് എൻഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ റോളിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പ്രസക്തിയില്ല. അതുപോലെ ഇത് പല രീതിയിൽ ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സ് എല്ലാവരും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിനക്ക് എന്ത് ഫ്രണ്ട് എൻഡ് വേണമെങ്കിലും ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്തത് നിനക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ റിയൽ പ്രൊഡക്ഷൻ സിസ്റ്റംസ് റൺ ചെയ്യാൻ ഈ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹ്യൂമൻസ് ആർ ജസ്റ്റ് മോണിറ്ററിംഗ്. അപ്പോൾ അങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട്. പക്ഷെ വി ആർ ലിവിംഗ് ഇൻ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈംസ്. ആൻഡ് സംടൈംസ് ഇഫ് യു തിങ്ക് ഇപ്പൊ നമ്മൾ സ്കൂളിൽ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പേടിച്ചു പോകും. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ള കാര്യത്തില്. ബിക്കോസ് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഭയങ്കര ഇറലവന്റ് ആയിക്കൊണ്ടിരിക്കുക. മോസ്റ്റ് ഓഫ് സിസ്റ്റംസ് ആയിക്കണം. ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഉണ്ടല്ലോ. നമ്മൾ പഠിക്കണ ഇപ്പൊ പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ആ ഒരു ജോലി അവര് പഠിച്ചു കഴിയുമ്പോഴത്തേ ഉണ്ടാവില്ല. ആ ഒരു സെക്ടർ ചിലപ്പോൾ ഉണ്ടാവില്ല. എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സെക്ടർ ഭയങ്കരമായിട്ട് മാറും. എന്നാൽ അവിടെ പുതിയ പുതിയ കാര്യങ്ങൾ വരും. പക്ഷെ എങ്കിലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ആവശ്യം. റെലവൻസ് ഭയങ്കരമായിട്ട് മാറും. അത് ഭയങ്കര. അതുപോലെ ഈ എക്കണോമിക് ഇമ്പാക്ട് ഈ വെൽത്ത് ചിലപ്പോൾ സർട്ടൻ കോർപ്പറേഷൻസിലേക്കും സർട്ടൻ കൺട്രീസിലേക്കും ഭയങ്കരമായിട്ട് അക്യുമുലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഫണ്ടമെന്റലി ഇതെല്ലാം പവർ ചെയ്യണ കോർ മോഡൽസുകളെല്ലാം ഐദർ ഫ്രം US or there are some in China, but I think it's mostly കുറച്ച് സ്ഥലങ്ങളിലേക്ക് അത് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ കോൺസെൻട്രേറ്റഡ് സ്ഥലങ്ങളിലേക്കാണ് ഈ പറഞ്ഞ പല കാര്യങ്ങളും മാറും. അപ്പം പക്ഷെ ഇതിലൊക്കെ ആസ് എ ലാർജ് കൺട്രി ലൈക്ക് ഇന്ത്യ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ റോൾ പ്ലേ ചെയ്യാണ്ട് എന്താ പറയാ ചിലപ്പോൾ ഡബിൾ എഡ്ജ് സോർഡ് പറഞ്ഞ സംഭവമാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ടൈം. ഭയങ്കര ഇപ്പൊ നമ്മള് ജീവിക്കണു എന്നുള്ള നമ്മളെപ്പോലുള്ള ഒരു കാറ്റഗറി ആൾക്കാര് നമ്മളെല്ലാ ഫേസും കണ്ടിട്ടുണ്ട്. അപ്പോ ഭയങ്കര രസമുണ്ട്. ലാൻഡ് ഫോണിൽ പഴയ ഗൂഗിൾ ഡീപ് മൈൻഡിന്റെ CEO പറഞ്ഞായിരുന്നു ലാസ്റ്റ് 10 yearsൽ നമ്മള് അപ്പൊ ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയറിൽ നമ്മൾ ലാസ്റ്റ് 10 years കൊണ്ട് കണ്ടുപിടിച്ച മരുന്നുകളെല്ലാം ഇൻ ദ നെക്സ്റ്റ് 1 or 2 yearsൽ നമുക്ക് ഇൻവെന്റ് ചെയ്യാൻ പറ്റും. അതായത് AI ഉള്ളതുകൊണ്ട്. കാര്യം ഈ സ്പീഡ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. കാര്യം ഈ മരുന്നുകളും വാക്സിൻസുകളും ഏറ്റവും കോംപ്ലക്സ് വൺ ഓഫ് ദ കോംപ്ലക്സ് ഈ ഉണ്ടാക്കാനായിട്ടുള്ള സാധനം. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോകത്ത് എന്തുണ്ടാക്കുന്നതും ഭയങ്കര ആൻഡ് ഈ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ലൈഫ് ടൈമിലേക്ക് നമ്മുടെ ഒരു 3-4 തലമുറ അല്ലെങ്കിൽ ഒരു 10 തലമുറയെ കാണാത്ത തരം എന്താ പറയാ ഗ്രോത്തും വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഈ അടുത്തൊരു 5-10 വർഷം കൊണ്ട് കാണാൻ പറ്റും. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഈ നമ്മുടെ ഓവറോൾ ലോകത്തിലുള്ള ഒരു സന്തുലിതാവസ്ഥ ഉണ്ടല്ലോ അതിന് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പേരുടെ ജോലി നഷ്ടപ്പെടും. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾക്ക് 30,000 പേരെ ഒറ്റ ഇമെയിലിൽ പറഞ്ഞോണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ജോലി നഷ്ടപ്പെടുമ്പോൾ കുറെ പേര് ജോലിയിലുണ്ടാവും. അപ്പൊ അതുമായിട്ട് വന്ന ഇക്കണോമിക് ഇമ്പാക്ട് ഇപ്പൊ റിയൽ എസ്റ്റേറ്റിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ബിസിനസ്സിനെ ബാധിക്കും. നമ്മൾ കോവിഡ് ഒക്കെ ഉണ്ടായപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അന്ന് അതേസമയം വേറെ കുറെ പേർക്ക് ജോലി കിട്ടും. പക്ഷെ അത് എവിടെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയായിരിക്കും, അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇനിയും ക്ലാരിറ്റി ഇല്ല. അതായത് ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ വേറെ പുതിയ റോൾസുകൾ എമർജ് ആവും, പുതിയ കാര്യങ്ങൾ വരും. പക്ഷെ എങ്കിലും ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ രജിസ്റ്റർ ആയിട്ടുള്ള ജോലികളുണ്ടല്ലോ, അതായത് നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ചെയ്യുന്ന പണിയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ എളുപ്പത്തിൽ റീപ്ലേസ് ചെയ്യാം. ഡസന്റ് നീഡ് ടു ബി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്നില്ല. ഇപ്പൊ ഒരു നോളജ് വർക്കർ ആവാം, അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ ആവാം, ഒരു വക്കീലാവാം, എല്ലാം പല കാര്യങ്ങളും. കമ്പ്യൂട്ടറിന്റെ അകത്ത് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ ടെക് വെച്ചിട്ട് ഓൾറെഡി ഇത് റീപ്ലേസബിൾ ആണ്. ഇപ്പൊ എന്തുകൊണ്ട് റീപ്ലേസബിൾ ആണെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യോ എക്കണോമിക് ഒരു സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇപ്പോഴും ആ ഒരു ധൈര്യം വന്നിട്ടില്ല പല കാര്യങ്ങളും AI മൊത്തം ഏൽപ്പിക്കണം. പക്ഷെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഇപ്പൊ ആയി തുടങ്ങി. പക്ഷെ ഇത് പതുക്കെ എല്ലാത്തിലേക്കും വരും. അപ്പൊ എന്താ വെച്ചാൽ വൺസ് ഇവർ ഇത് ട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാരും പറയും AI മോഡൽസിൽ ഹാലുസിനേറ്റ് ചെയ്യും, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്, ആ പ്രശ്നങ്ങളുണ്ട്. ഹാലുസിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡൽസിനൊക്കെ ഒരു കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയും. അതിന് ചിന്തിക്കാൻ മെമ്മറി എന്ന് പറയാം. ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് കാര്യമായിരിക്കും ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയർ എഴുതുക വെച്ചാൽ അപ്പൊ ഒരു വലിയ സോഫ്റ്റ്വെയർ ആണ്, ഒരു
മേ ബി ഒരു കോളേജ് മാനേജ്മെന്റ് സിസ്റ്റം എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ERP സിസ്റ്റം ആയിക്കോട്ടെ. അപ്പൊ ഈ ERP സിസ്റ്റത്തിൽ ഒത്തിരി മോഡ്യൂൾസ്, ഒത്തിരി സംഭവങ്ങളാണ്. അപ്പൊ ഈ ഒരു മോഡലിന് കോണ്ടെക്സ്റ്റ് ഉണ്ടെന്ന് പറയും, എത്ര ടോക്കൺസ് ഒരു ടൈം അതിന് ഓർത്ത് വെക്കാൻ പറ്റും എന്നുള്ള കോണ്ടെക്സ്റ്റ്. അപ്പൊ ഈ പ്രശ്നം, ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ കോണ്ടെക്സ്റ്റ് വിൻഡോ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിട്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ മെമ്മറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആദ്യത്തെ കാര്യങ്ങൾ അതിൽ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ കംപ്രസ് ചെയ്യണം. അപ്പൊ ഈ കംപ്രസ് ചെയ്തൊക്കെ പോയി കഴിയുമ്പോൾ കുറെ ഇൻഫർമേഷൻ അതിന്റെ മിസ്സായി. അപ്പൊ ഈ അൽഷിമേഴ്സ് പറഞ്ഞ പോലെ അത് അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മളൊരു സാധനം സോഫ്റ്റ്വെയർ ചെയ്യാൻ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ കോളേജ് മാനേജ് സിസ്റ്റത്തിൽ നമ്മൾ ആദ്യത്തെ എല്ലാ മോഡ്യൂളും ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇന്നൊരു മോഡ്യൂൾ ഉണ്ടാക്കണം എന്ന് പറയാണ്. അപ്പൊ ഇവൻ പോയിട്ട് ആദ്യത്തെ മോഡ്യൂൾ ഈ ഇവിടം വരെയുള്ള എല്ലാം വായിച്ചു കഴിയുമ്പോൾ കുറെ കോൺടാക്ട് മെമ്മറി എടുത്തു. അത് കഴിഞ്ഞിട്ട് നീ അടുത്ത മോഡ്യൂൾ ഉണ്ടാക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇവന് സ്ഥലം ഉണ്ടാവില്ല ഈ കോൺടെക്സ്റ്റ്. അപ്പൊ ഇവനത് കംപ്രസ് ചെയ്യും ചിലപ്പോൾ ആദ്യത്തെ കുറെ മോഡ്യൂളിന്റെ ഇൻഫർമേഷൻ പോയിട്ടുണ്ടാവും. അപ്പൊ നീ ഈ അവസാനം പറയുന്ന മോഡ്യൂൾ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ അവിടെ എന്താ സംഭവിച്ചാൽ അറിയാൻ പാടില്ല. അപ്പൊ ഇത് തോന്നിയതുപോലെ ഇവിടെ എഴുതും. അപ്പൊ ഔട്ട്കം വരുമ്പോൾ അത് ഹാലുസിനേറ്റ് ആയിട്ട് തോന്നും. അതിപ്പോ ഒരു സോഫ്റ്റ്വെയർ കേസ് പറഞ്ഞാൽ അത് ഒരു കത്ത് എഴുതുവാണെങ്കിലോ അല്ലെങ്കിൽ വലിയൊരു ഒരു റിസർച്ച് തീസ് എഴുതുവാണെങ്കിലും എല്ലാത്തിനകത്തും ഈ സാധനം ഉണ്ടാവും. ഒരു കഥ എഴുതുവാണെങ്കിൽ പോലും ഈ സാധനം വരും. അപ്പൊ ഈ ഡിസിഷൻ മേക്കിംഗ് പ്രശ്നം വരുമ്പോൾ ഹാലുസിനേറ്റ് ആണ് ഭയങ്കര. അപ്പൊ ഇപ്പൊ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാലുസിനേഷൻ ഇഷ്യൂ പക്ഷെ ഇപ്പൊ മോഡൽസിന്റെ കോൺടെക്സ്റ്റ് കൊണ്ട് വലുതായിട്ടോ കുറെ കൂടി പ്രശ്നങ്ങൾ പറഞ്ഞു. പിന്നെ ഈ ഹാലുസിനേഷൻ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ ചെയ്യുന്ന ഡാറ്റ തെറ്റായി കഴിഞ്ഞാണല്ലോ ചിലപ്പോ അത് ബ്ലൈൻഡ്ലി അത് ട്രെയിൻ ആയിപ്പെടുവാണല്ലോ. എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്ത് അവർ ശരിയായിക്കൊണ്ടിരിക്കും. ഭയങ്കരമായിട്ട് ഹ്യൂമൻ ഇൻ ദ ലൂപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മനുഷ്യരൊക്കെ ഇരുന്നിട്ടാണ് ഇത് ശരിയാക്കണേ. ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് ഐ തിങ്ക് നെക്സ്റ്റ് ആയിട്ട് സംസാരിക്കാം. എങ്ങനെയാണ് ഈ AI ബിൽഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെ മനസ്സിലായി. ഈ AI ബിൽഡ് ചെയ്ത് ഉണ്ടാക്കണേന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാവും. വൺസ് ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ബേസ്, ഈ GPT എന്ന് പറഞ്ഞ ബേസ് പോലത്തെ സാധനത്തിന്റെ പുറത്ത് ഇവര് ലോഡ് ഓഫ് ഡാറ്റ, ഇന്റർനെറ്റിലുള്ള എല്ലാ ഡാറ്റ സ്ക്രേപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് പുഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, നല്ല കമ്പ്യൂട്ടർ, ഇതിന് വേണ്ട വേറെ സാധനം വെച്ചാൽ GPU ആണ് ട്രെയിൻ ചെയ്യാനുള്ള പരിപാടി. അതായത് ഈ ഡാറ്റ കൊടുത്തിട്ട് ഇതിന് പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസസ്സിന്റെ അകത്ത് ഈ ഹ്യൂമൻസ് ഇൻവോൾവ് ആയിരിക്കും. ഈ ഹ്യൂമൻസ് നമ്മൾ മനുഷ്യരാണ് ഇത് പറയണേ. ഇത് ഫോർ എക്സാമ്പിൾ നിനക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 4 ആൻസർ ഉണ്ടെന്ന് വെച്ചോ. അപ്പോ നീ ഒരു LLM-ലേക്ക് ഈ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ, LLM എന്ന് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നാണ് നമ്മൾ പലപ്പോഴും മോഡലുകൾ പറയാം. ഈ മോഡലിലേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതിന് തന്നെ ഔട്ട്പുട്ട് ഒരു 4 വേരിയേഷൻ ഉണ്ടാവും. ഈ 4 വേരിയേഷന്റെ അകത്ത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ആ ഹ്യൂമൻ എക്സ്പെർട്ടിന് പറയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നേരത്തെ നമ്മൾ ചാറ്റ് GPT ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമുക്ക് ചില ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 2-3 ഓപ്ഷൻസ് കൊടുക്കും, ഇപ്പോഴും വരാറുണ്ട്. അപ്പൊ നീ അതിന്റെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യില്ല. അത് ഇന്ന വേ നീ ആ മോഡലിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ വരണ ക്വസ്റ്റ്യൻസിന് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനത്തെ. അപ്പൊ ഇപ്പൊ നീ പഠിക്കാനായിട്ട് കുറെ ഇൻഫർമേഷൻ നീ പറഞ്ഞ ഇപ്പൊ ഒരു ഹെൽത്ത് കെയർ ആണെന്ന് നോക്കിയാൽ ഒരു മെഡിക്കൽ ഏതൊരു സർട്ടൺ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള പഠിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം പഠിച്ചിട്ടിരിക്കും. അന്നേരം നമ്മൾ ഇതിനോട് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് തന്നെ ആൻസറുകൾ റിഫൈൻ ചെയ്ത് അങ്ങനെ ട്രെയിനിങ് ഒക്കെ ചെയ്യാം. പിന്നെ ഈ ഡാറ്റ ഭയങ്കര സ്ട്രക്ചേർഡ് ഡാറ്റ വേണം ഇത് ട്രെയിൻ ചെയ്യാനായിട്ട്. ഈ സ്ട്രക്ചേർഡ് ഡാറ്റ വെച്ചാൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റ ട്രെയിനിങ് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പ്രോപ്പർ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതിനു വേണ്ടി മാത്രം ഡാറ്റ പ്രോപ്പർ ആയിട്ട് ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ആക്യുറസി ഭയങ്കര നല്ലതായിരിക്കും. കാരണം അതിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താ പറയാ, ഈ നമ്മളിപ്പോ പല മോഡൽസുകളും, ലോകത്തിലെ പല മോഡൽസുകളും ഒത്തിരി ഇന്ത്യ എന്നുള്ള ആളുകൾ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടി. മോഡൽ ട്രെയിനിങ് ഒത്തിരി വലിയ കമ്പനീസിന്റെ ഒക്കെ ബാക്കിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ഇന്ത്യൻ കമ്പനീസ് ഒക്കെയാണ്. മോസ്റ്റ് ഓഫ് ദ മോഡൽസ് ഇന്ത്യൻസ് ഒക്കെയാണ് ട്രെയിൻ ചെയ്തത്. പീപ്പിൾ ഡോണ്ട് റിയലൈസ്. അപ്പൊ അടുത്തായി നമുക്ക് ഈ ഡെയിലി ലൈഫിൽ ഇപ്പൊ നമ്മള് കൂടുതലും ഈ ടൈപ്പിംഗ് ബേസ്ഡ് അല്ലെങ്കിൽ ഇപ്പൊ ഇമേജ് ബേസ്ഡും മനസ്സിലായി അങ്ങനത്തെ ആണല്ലോ കൂടുതലും പ്രഷറും അതായത് യൂസ് ചെയ്യണം ഡെയിലി ലൈഫ്. അപ്പൊ അതല്ലാണ്ട് തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആണെന്നൊന്നും അനുഭവം വർക്ക് ചെയ്യണത്. ഞാൻ എന്റെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ കൂടുതലും ഈ ഡെവലപ്പർ ടൂൾസ്, അതായത് AI സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഡെവലപ്പർ ടൂൾസ്. ഇപ്പൊ ഞങ്ങളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പറഞ്ഞാൽ കൊളാബറേറ്റീവ് വോയിസ് മോഡലാണ്. അപ്പൊ ഈ കൊളാബറേറ്റീവ് വോയിസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു, ഇപ്പൊ 1-on-1 കോൺവെർസേഷൻ. എന്നാൽ ഈ റൂമിൽ ഒരു 3-4 പേരുണ്ടെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് കോൺവെർസേഷൻ ആവല്ലോ. അപ്പൊ ഇപ്പോഴത്തെ AI ഒന്നും ഗ്രൂപ്പ് കോൺവെർസേഷന് വേണ്ടി ട്രെയിൻഡ് അല്ല. അപ്പൊ എന്താ സംഭവിച്ചാൽ ഗ്രൂപ്പില് നീ ഇപ്പൊ ഏജൻസിന്റെ കാലമാണ്. അപ്പൊ ഈ ഏജൻസിന് നീ ഒരു ഗ്രൂപ്പ് കോൺവെർസേഷനിലേക്ക് ഇടുക, എസ്പെഷ്യലി കോളുകളാണെന്ന് വെച്ചോ, സൂം കോൾ, ഗൂഗിൾ മീറ്റ്. അപ്പൊ നിനക്ക് നിന്റെ ഒരു ഏജന്റ് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു AI ഒരു കോവർക്കർ ആയിട്ട് കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ഓപ്പൺ ഫ്ലോ അങ്ങനെയൊക്കെ പല സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു AI ഒരു
കോവർക്കർ അല്ലെങ്കിൽ ഒരു എംപ്ലോയി പോലത്തെ രീതിയിൽ നമ്മൾ കാണണം. ഒരു എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെന്തായാലും കോളി കയറി ഹ്യൂമൻസിന്റെ ഒപ്പം അല്ലെങ്കിൽ മനുഷ്യരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് കൊളാബറേറ്റീവ് ആയിട്ടുള്ള സ്പേസിൽ അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫ്രെയിം വർക്കാണ് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത്. അതായത് എപ്പോൾ സംസാരിക്കണം, എപ്പം മിണ്ടാണ്ടിരിക്കണം, എന്നോടാണോ പറയണേ. ഇപ്പൊ നമ്മളിപ്പോ സാധാരണ കാഷ്വൽ കോൺവെർസേഷനകത്ത് ഇപ്പൊ പലരും ഈ ഏടത്തുള്ള സാധനം ഈ വേക്ക് വേർഡ് എന്ന് പറയും. ഒരു വേർഡ് കിട്ടുമ്പോ എന്നെ പറഞ്ഞ ഞാൻ എണീറ്റ് പോയി പറഞ്ഞേക്കാം, നമ്മൾ ഓക്കെ ഗൂഗിൾ സിരി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ട്രഡീഷണൽ ഒരു 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 എന്നെയാണ് വിളിക്കുന്നത് മനസ്സിലാക്കണം. പക്ഷെ വേക്ക് വേർഡ് ചില സമയത്തുണ്ട് നമ്മൾ കാഷ്വലി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഇപ്പൊ ഈ പ്രതീകിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്, പ്രതീക് അങ്ങനെ പറഞ്ഞു നമ്മൾ വേറെ ആളോട് പറയുകയാണെങ്കിൽ അപ്പൊ ചാടി എന്നിട്ട് പറയും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഇപ്പൊ നമ്മൾ ഓക്കെ അറിയാണ്ട് ഇപ്പൊ കാറിലൊക്കെ പോകുമ്പോൾ അറിയാണ്ട് ഗൂഗിൾ വരുമ്പോ തന്നെ. അപ്പൊ അതന്നെ കാരണം എന്ന് പറഞ്ഞാൽ അതിനറിയാൻ പാടില്ല, അത് അതിനോടാ പറഞ്ഞത്. നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്ന മോഡൽസിന്റെ അത് ഇത് മനസ്സിലാക്കും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്നെ റിലവന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഹ്യൂമൻ അങ്ങനെയുള്ള വർക്കാണ്. നമ്മൾ മനുഷ്യനെങ്ങനെയാണ്, നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്നോട് ചോദ്യമാണോ അത് നിന്നെ കുറിച്ച് പറഞ്ഞാണോ മനസ്സിലാക്കണമെന്നുള്ളത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭയങ്കര റിയൽ ടൈം ആയിട്ട് ഇതൊരു കോംപ്ലക്സ് ആണ്. ഒരു ഏജന്റിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഇതിനകത്ത് ഈ ടെക്സ്റ്റ് ടു സ്പീച്ചും സ്പീച്ച് ടു ടെക്സ്റ്റും ആണ് ഇതിന്റെ മേജർ കമ്പോണന്റ്. അതായത് നമ്മൾ പറയുന്ന ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്ത് സ്പീച്ച് ആക്കി മാറ്റുക, പിന്നെ സ്പീച്ചിന് കൺവേർട്ട് ചെയ്ത് ടെക്സ്റ്റ് ആക്കി മാറ്റാം. എന്നിട്ട് ഇതിന്റെ ഇടയിൽ അതൊരു LLM ഒരു മോഡലിനെ കൊടുത്തിട്ട് കൊടുക്കുക. അപ്പൊ ഒരു ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ഏജന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംസാരിക്കണ ഒരു മനുഷ്യൻ സംസാരിക്കണ കാര്യം അത് കൺവേർട്ട് ചെയ്ത് ടെക്സ്റ്റ് ആയിട്ട് ആ ടെക്സ്റ്റ് ഒരു മോഡലിന് കൊടുത്ത് ആ മോഡലിന്റെ മറുപടി തിരിച്ച് കൺവേർട്ട് ചെയ്ത് വോയിസ് ആയിട്ട് വരുമ്പോഴാണ് അതൊരു കോൺവെർസേഷൻ ആണ്. പക്ഷെ ഇതെല്ലാം ഒരു സബ് സെക്കൻഡ് ലേറ്റൻസിയിൽ സംഭവിക്കണം, അല്ലെങ്കിൽ അതിന് ഡിലേ ആയിരിക്കും. നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ സംഭവിക്കും. അപ്പൊ നമ്മളെന്താ അച്ചീവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ലൈക്ക് 300-400 അല്ലെങ്കിൽ ചെറിയ മില്ലി സെക്കൻഡ്സിന്റെ അകത്ത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ മെയിനായിട്ട് അച്ചീവ് ചെയ്തത്. ഈ ഉള്ള കാര്യങ്ങളെല്ലാം കംപ്രസ് ചെയ്ത് ഭയങ്കര ചെറിയ സാധനമാക്കി. അപ്പൊ ഇതിപ്പോ യൂസ് ചെയ്യണ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ഏജൻസികൾ, ഈ കോളി കയറിയുള്ള AI ഏജൻസികളൊക്കെ ഉണ്ടാക്കുന്ന ഒത്തിരി കമ്പനീസ് ഉണ്ട്. അവരൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് റീസെന്റ് ആണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തപ്പോൾ പല ആൾക്കാരും അത് പതുക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2-3 മന്ത്സിന്റെ ഇടയിൽ ഉണ്ടായ ഒരു വേറൊരു റെവല്യൂഷനാണ് ചാറ്റ് GPT. ഓപ്പൺ ക്ലോ എന്ന് പറയും. ഓപ്പൺ ക്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI ഏജൻസിന്റെ അകത്ത് ഈ MCP സ്കിൽസ് അങ്ങനെ പറഞ്ഞ കുറെ സംഭവം ഉണ്ടാക്കി. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആപ്സുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഏജൻസിന് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനങ്ങളാണ് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എടുക്കാൻ പറഞ്ഞ അതിന് മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ അങ്ങനെയൊക്കെ പറഞ്ഞ പല സാധനങ്ങൾ. അത് ബേസിക്കലി ഏജൻസികൾ തമ്മിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഏതൊരു സാധനത്തിന് ഒരു ഏജൻസിന് പോയി അതിനോട് പോയി ഇന്ററാക്ട് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളാണ്. അപ്പൊ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോ ഈ ഏജൻസികൾ ഓട്ടോണമസ് ആയി, അതിന് തന്നെ പ്രവർത്തിക്കാൻ, തന്നെ ചിന്തിക്കാനൊക്കെ. എന്നുവെച്ചാൽ നീ ഇപ്പൊ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറയാം. അപ്പൊ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ ഒരു ഏജന്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏജന്റിന് അറിയാം ഇന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഏജന്റ് തന്നെ പോയി ചെയ്യും. അപ്പൊ ആ വെബ്സൈറ്റിൽ പോയി മനുഷ്യർ ചെയ്യണ പോലെ ടൈപ്പ് ചെയ്തും ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ബാക്ക് എൻഡിൽ API കോൾ ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഈ മൊത്തത്തിലുള്ള പരിപാടി ഈ AI ഏജൻസ് തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ഓപ്പൺ ഫ്ലോ എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഒരു അസിസ്റ്റന്റ് ആയിട്ട് നിന്റെ വാട്സപ്പിലും ടെലഗ്രാമിലൊക്കെ അറിയാം. അപ്പൊ നീ ടെലഗ്രാമിൽ ഒരു ഏജന്റ് ഉണ്ടാക്കിയിട്ട് അതിനോട് പറയാണ്. അപ്പൊ അതിന് വേണ്ട സ്കില്ല് തന്നെ പോയി കണ്ടുപിടിച്ച് അത് ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു ഹെൽപ്പറിനെ പോലെ. പക്ഷെ പണ്ട് നമ്മൾ ആ ഹെൽപ്പറിനെ നമ്മൾ കോൺഫിഗർ ചെയ്യാറുള്ളൂ. അവനെ ഇതിപ്പോ ഹെൽപ്പറിന് അറിയാം എനിക്ക് ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്കിൽ സെറ്റ് കിട്ടും, അത് എടുത്തുകൊണ്ട് വരിക. അപ്പൊ ഈ ആന്ത്രോപിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്കിൽസ് എന്ന് പറഞ്ഞ സമയമാണ് അവർ തന്നെയാണ് MCP കൊണ്ടുവന്നത്. ഇതോരോ എന്താ പറയാ, ഇതോരോ കൺസെപ്റ്റുകളാണ്. ആ കൺസെപ്റ്റുകളിൽ അതനുസരിച്ച് ഓരോ സാധനം ഉണ്ടാക്കി വെച്ചാണ്. അപ്പൊ ഇപ്പൊ MCP എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ബഞ്ച് ഓഫ് ടൂൾസ്, പിന്നെ കുറച്ച് ഇൻഫർമേഷൻ. ഭയങ്കര ടെക്നിക്കൽ ആകുമ്പോൾ ഭയങ്കര ബോറിംഗ് ആവും. പക്ഷെ എങ്കിലും സംഭവം എന്താ വെച്ചാൽ ഈ ഓട്ടോണമസ് ആയിട്ട് അല്ലെങ്കിൽ തന്നെത്താൻ ഇതിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ നീ ഒരു ഏജന്റിനോട് പറയാം, നീ എനിക്കിപ്പോ ഈ ആഴ്ച മൊത്തം തിരക്കാണ്, നീ ഇന്ന കോളുകളിൽ നീ കയറിയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഈ ഏജന്റ് തന്നെ പോയി കോളിൽ കയറി കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂൾസുകൾ ഉപയോഗിക്കാം. അതാണ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അതായത് ഒരു ഒരു വോയിസ് റിഡക്ഷൻ. പിന്നെ നമുക്ക് വിഷന്റെ സൈഡിൽ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷന്റെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI ക്യാമറ ഉണ്ട്. ആ ക്യാമറ പണ്ടാണെങ്കിൽ നമ്മൾ ഒരു AI ക്യാമറയിൽ നിന്ന് പറഞ്ഞ വിഷ്വൽസുകൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർട്ടൻ കാര്യങ്ങൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യും. അവിടെ പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യുന്നത്. അപ്പൊ എത്ര പേര് വന്നു ചിലപ്പോൾ കൗണ്ട് ചെയ്യും, പിന്നെ അവൻ ചിരിച്ചോ, അവൻ സന്തോഷമായിട്ടിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട്. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഈ ക്യാമറയ്ക്ക്
ആ ഒരു വ്യൂവിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി സമ്മറൈസ് ചെയ്യാൻ പറ്റും. അതായത് ആ AI മോഡലിന് ഒരാൾ വന്നു, ഒരാൾ അവിടെ ഇരുന്നു, ഒരാൾ നിന്നു, മറ്റേത് ചെയ്തു, ഇത് ചെയ്തു, ഓരോ സെക്കൻഡിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാക്കി. അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ ചെയ്തു വെക്കുന്ന കാര്യങ്ങളിൽ പിന്നെ നമ്മൾ സെർച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ അടുത്തൊരു ഏരിയ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ പാറ്റേൺ ലാബ്സ് തുടങ്ങുമ്പോൾ ഞാൻ ഈ എക്സിറ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഞാൻ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെറിയ സ്റ്റാർട്ടപ്പുകളൊക്കെ. അപ്പോൾ നമ്മളിപ്പോ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ടിങ്കർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത കുറച്ച് പ്രൊഡക്റ്റീവ് സ്പേസിൽ നമുക്ക് കുറെ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ കുറെ എൻക്വയറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ കൈകാര്യം ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് ഇങ്ങനെ ഇപ്പോഴുള്ള കുറച്ച് ബഞ്ച് ഓഫ് ടീമിനെ ഞാൻ ബിൽഡ് ചെയ്തു. അപ്പൊ അവര് ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കി ഇപ്പൊ ദേ ആർ വൺ ഓഫ് ദ എക്സ്പേർട്സ് ഇൻ ദിസ് സ്പേസ്. ഇപ്പൊ കൊച്ചിയിൽ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള മോഡൽ ഡിസ്റ്റിലേഷൻ, അതായത് മോഡൽ എടുത്ത് അതിനെ ചെറുതാക്കി ഒരു ലാപ്ടോപ്പിന്റെ അത് കയറ്റുക, അല്ലെ അങ്ങനത്തെ ഭയങ്കര കോ ടെക്നിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്യാൻ തുടങ്ങി. അതിനൊരു ടീം നമ്മൾ ബിൽഡ് ചെയ്തു. അപ്പൊ ഇത് എനിക്കൊന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ ആയിരുന്നു. ഇതിങ്ങനെ ഒത്തിരി സംസാരിച്ചു പോകാനുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അതായത് ആസ്പയറിംഗ് ഡിസൈൻ സ്റ്റുഡൻസിനോ ഡിസൈനേഴ്സിനോടോ അനൂപിനൊരു അഡ്വൈസ് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ AI മാക്സിമം എംബ്രേസ് ചെയ്യുക ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യം AI വെച്ച് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് ട്രൈ ചെയ്യാം. ബട്ട് AI നിങ്ങളുടെ സ്കിൽ സെറ്റിനെ കളയണ കാര്യങ്ങളിൽ അത്ര യൂസ് ചെയ്ത്, കാര്യം ഫണ്ടമെന്റൽ സ്കിൽ സെറ്റ് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, അതിന് AI ഓവർ യൂസ് ചെയ്യാണ്ടിരിക്കുക, ബാക്കി എല്ലാ കാര്യത്തിനും AI ഉപയോഗിക്കുക. അപ്പോൾ ലൈഫിൽ അത് ഞാൻ പറഞ്ഞ ഡിസൈൻ മാത്രമല്ല എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ആ ഒരു ലെയറും കൂടി അതിൻ്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഉപയോഗിക്കുമ്പോൾ എല്ലാ ടൂളുകളും മാറി ഉപയോഗിക്കുക, എല്ലാ പ്ലാറ്റ്ഫോംസിലും ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 minutes 20 minutes ഈ ഒരു നമ്മൾ AI വെച്ചിട്ട് സ്കിൽഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ആ സ്കിൽ സെറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണത് എന്തായാലും ലൈഫിൽ ഗുണം ചെയ്യും. അത് ഇനി കമ്മിങ് ജനറേഷനകത്ത് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവുള്ളൂ. AI അറിയാവുന്ന ആൾക്കാരും AI അറിയാവുന്ന ആളും, AI അറിയാവുന്ന ഡോക്ടർ, AI അറിയാവുന്ന എഞ്ചിനീയർ, AI അറിയാവുന്ന വക്കീല് പ്ലസ് വിത്ത് AI അറിയാത്ത ആൾക്കാർ, ഇതായിരിക്കും ഡിഫറൻസിയേഷൻ. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നീ ഡെയിലി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ഓട്ടോമാറ്റിക്കലി നീ അതിനകത്ത് എക്സ്പെർട്ടായി മാറും. അപ്പോൾ ഹൂവർ ഈസ് വർക്കിംഗ് ഇൻ ദി സ്പേസ്, അതാണ് എന്റെ അഡ്വൈസ്. പിന്നെ ഭയങ്കര ഫണ്ണാണ് ഇത് ചെയ്തോണ്ടിരിക്കുക. അല്ല, ഞാനും കുറച്ച് യൂസ് ചെയ്തതിൽ വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനും ഒരു ചീറ്റ് ബുക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ കാണുന്ന ആൾക്കാരും ഇതിനെ നമ്മളെ ഒരു സൂപ്പർ പവർ നമ്മൾ എംപവർ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ രണ്ട് ആൾക്കാർ. ചിലർ ഇത് കണ്ടിട്ട് ChatGPT വെച്ച് ഒരു സംഭവം വലിയ നല്ലൊരു ഇമെയിലൊക്കെ ഫ്രെയിം ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് പുള്ളിക്ക് ഒരു കൃതാർത്ഥനാവും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ വേറെ സർഫസ് ലെയർ തിങ്കിങ് ആണ്. അതല്ലാണ്ട് നമ്മൾ AI-നേക്കാളും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ AI യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 90% ആൾക്കാർ ടെക്സ്റ്റ് റീറൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. എന്താ പറയാ, ഇപ്പൊ നമ്മള് തമാശക്ക് പറയുമല്ലോ, ഇപ്പൊ വലിയ എക്സ്പെർട്ട് ആൾക്കാരൊക്കെ ഹയർ ചെയ്തിട്ട് ഓഫീസിൽ പ്യൂണിന്റെ പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും ഫാർ ഹെഡ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിന്റെ കമ്പനിയുടെ ഫുൾ ഓഡിറ്റ്, ഒരു വർഷത്തെ മൊത്തം ഓഡിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ആളെ കൊണ്ടായിരിക്കും നീ അവനെ കൊണ്ട് ടെക്സ്റ്റ് റീറൈറ്റ് കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതി നിങ്ങൾ എല്ലാ മേഖലയിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊത്തിരി കേപ്പബിൾ ആണ്. പിന്നെ ഇതിന്റെ ഈ AI-ക്ക് കുറച്ച് ഹാലുസിനേഷൻ ഒക്കെ പറഞ്ഞ പോലെ കുറച്ച് നെഗറ്റീവ് സാധനങ്ങളുണ്ട്. ചില കേസുകളിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് വരില്ല. നമ്മൾ അത് ഏതാണ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യണേ, ഏതാണ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്ത ഭാഗം നമുക്ക് കുറച്ച് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അവിടെയാണ് നമ്മൾ AI എക്സ്പെർട്ട് ആവണം. എന്റെ രീതി പറയണം. കാര്യം നമുക്കത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നല്ല ധാരണ കേട്ടോ. അത് മനസ്സിലാണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ വൺസ് അഗൈൻ എനിക്ക് തോന്നുന്നു ഇതില് നിങ്ങൾക്ക് കേട്ടപ്പോഴും പല കാര്യങ്ങളും ഡീമിസ്റ്റിഫൈ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റി. ഇതൊരു കാഷ്വൽ കോൺവെർസേഷൻ ആയിരുന്നു. നല്ല രസമുള്ള സംസാരിച്ചോണ്ടിരിക്കാൻ. അപ്പൊ ഈ കോൺവെർസേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രതീകിന്റെ ഇൻട്രസ്റ്റിംഗ് ചാനലാണ്. ഞാൻ റീസെന്റ് അതിനെക്കുറിച്ച് അറിഞ്ഞു. പക്ഷെ ചെറിയ കണ്ടന്റുകളാണെങ്കിലും ഭയങ്കര കണ്ടിരിക്കുന്ന രസമുള്ള ചാനലാണ്. നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോ എന്തായാലും അപ്പോ താങ്ക് യു, and we'll see you in another video. Bye.